മരിക്കുമ്പോൾ എപ്പോഴും ആൾക്കാരെന്താ പറയാച്ചാല് എന്റെ മാരി എന്റെ കുട്ടികൾ ഓരെന്താ കാട്ടുക എന്നാണ്. അതിനെപ്പറ്റി ഒരു ബേജാറ് നമുക്ക് വേണ്ട. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ കിറ്റ് കൊണ്ടേ കൊടുക്കാൻ പോകും, കിറ്റ് കൊണ്ടേ കൊടുക്കാൻ. അപ്പോൾ ഒരു എത്തിയും കുട്ടി 5 പെൺകുട്ടികളുള്ള ഒരു വീടുണ്ട്, 5 പെൺകുട്ടികൾ ആ പെരയിൽ. അപ്പോൾ വാപ്പ മരിച്ചുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ എന്താ വെച്ചാൽ എത്തിയും കുട്ടികളെ വീട് എന്നുള്ളതുകൊണ്ട് എല്ലാ സംഘടനക്കാരും കിറ്റ് കൊണ്ടേ കൊടുക്കും. നമ്മളിപ്പോൾ സംഘടനക്കാർ മത്സരിക്കണല്ലോ, ലീഗാണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും AP ആണെങ്കിലും EK ആണെങ്കിലും ജമാഅത്ത് ആണെങ്കിലും മുജാഹിദ് ആണെങ്കിലും എല്ലാവർക്കും കിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ കിറ്റ് ഇങ്ങനെ വരും ഈ പെരയ്ക്ക്. അപ്പോൾ അതിന്റെ അപ്പുറത്ത് തന്നെ ഒരു പെരുണ്ട്. അവിടെ എന്താ വെച്ചാൽ കാര്യമായിട്ട് മെച്ചൊന്നുമില്ല, വളരെ അവസ്ഥ മോശമാണ്. അവിടെ ഒരു പാപ്പുണ്ട്, പണിക്കൊന്നും പോലെ പറ്റ വയസ്സായികള്. അപ്പൊ ഈ ഇമ്മ ഇങ്ങനെ ഇവിടേക്ക് കിറ്റ് വരുമ്പോ ഇമ്മ പുറത്തിറങ്ങിക്കും. അപ്പൊ ചിലപ്പോ ഒരു കിറ്റാരൊക്കെ കൊടുക്കും. അപ്പൊ കൊടുക്കാൻ അമ്മ പോയി ചോദിക്കും ചിലപ്പോ. അപ്പൊ ഒരിക്കൽ അമ്മ പറഞ്ഞാണെന്ത്, ഇവിടെ ഒരു തന്തണ്ട്, അത് മരിച്ചിട്ടിയാ മതി. അയാളെ കൊണ്ട് ഒരു മെച്ചമില്ല. അയാൾ ഇവിടെ നിൽക്കണോണ്ടാണ് ഞങ്ങൾക്ക് കിറ്റ് കിട്ടാത്തത്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താ പറയുക, നമ്മൾ വിചാരിച്ചാൽ നമ്മളുള്ളതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ എല്ലാ മക്കളും ഒക്കെ ഉസാറായി നിൽക്കണമെന്നാണ്. ഒരു അനുഭവം പറയാം. അതായത് ഒരാളെ മകൻ ഉണ്ടായിരുന്നു, തീരെ പറഞ്ഞാൽ കേൾക്കൂല. ഒരു നിലക്കും ഇയാള് പഠിച്ച പണി 18 മകനെ നന്നാക്കാൻ നോക്കിയിട്ട് മകൻ നന്നായിട്ടില്ല. ഇയാളൊരു ആക്സിഡന്റ് ആയിട്ടാണ് മരിച്ചോട് മകൻ നന്നായി. നമ്മൾ പറയല്ലേ അത്രേ ഉള്ളൂ. അപ്പോ ആ മരണം കൊണ്ട് ആ മകൻ നന്നായി, ആ കുടുംബം രക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾക്ക് തോന്നലാണ് നമ്മളിങ്ങനെ നിൽക്കണോണ്ടാണ് ഇതൊക്കെ നിൽക്കണം. നമ്മൾ പോയാൽ ബല കാര്യം ഭയങ്കര കഷ്ടമായിക്കായിരുന്നു തോന്നുകയാണ്. നമ്മൾ പോയാൽ ചിലപ്പോൾ ബല മെച്ചപ്പെടും. കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഓർമ്മ ഉണ്ടാവും, നമ്മളെ ഫോണും കുപ്പായും ഒക്കെ കാണുമ്പോൾ, നമ്മളെടുത്തിനെ കോപ്പിയും ക്ലാസ്സൊക്കെ കാണുമ്പോൾ. പിന്നൊക്കെ എന്ത് ആകെ കഴിഞ്ഞ് മനുഷ്യന്റെ അവസ്ഥ തന്നെ. ഇവിടെ ഈ ദുനിയാവിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. നിങ്ങൾ അങ്ങനെ വിചാരിച്ചണ്ട. ഇപ്പൊ ഞാൻ വലിയ ഡോക്ടറാണ് വെച്ചാൽ പണ്ടൊരു ഡോക്ടർ അദ്ദേഹത്തിന്റെ അനുഭവ കുറിപ്പിൽ ചെയ്തിട്ടുണ്ട്. വലിയ ക്യാൻസറിന് ചികിത്സിക്കുന്ന ഡോക്ടറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ രോഗി ആരാറിയങ്ങൾ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. ചെറിയ പ്രായത്തിൽ ക്യാൻസർ വന്ന് ഡോക്ടർ ഇപ്പോൾ ICUയിൽ കിടക്കുക, മരിച്ചാൽ കിടക്കുക. അതായത് അയാളെ ബുക്കിംഗ് കിട്ടുന്നത് ഇതിന് 1 കൊല്ലം എടുക്കുന്ന പറഞ്ഞാൽ അങ്ങനത്തെ ഡോക്ടറാണ്. അയാളിപ്പോൾ ക്യാൻസർ ആയിട്ട് മരിച്ചാൽ കിടക്കുക. ഭാര്യ അയാളെ ഒഴിവാക്കി പോയി, കാരണം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ അയാൾ അനിയൻ മെയിൽ അയച്ചൊക്കെയാണ്, ഓസ്ട്രേലിയയിലാണ് മൂപ്പര് ജോലി ചെയ്യുന്നത്. അപ്പൊ അനിയനെ അറിയേണ്ട കാര്യം എന്താ പറയുക, ആകെ ഒരാഴ്ച ഓന് ലീവുള്ളൂ. അപ്പോൾ വന്നാൽ ഇയാൾ മരിച്ചും വേണം, മറവയും വേണം, ഓൻ തിരിച്ചു പോവും വേണം. ആ ടൈം എപ്പോഴാണ് ഡോക്ടറോട് ചോദിക്കണത്. ഏത് ഒരാഴ്ച ലീവുള്ളൂ, അപ്പൊ ഞാൻ എപ്പോൾ വന്നാലാണ് ഏകദേശം ഇതിനൊക്കെ ഒന്ന് കൂടി മടങ്ങാൻ പറ്റാം. ആ ടൈം കഴിഞ്ഞ് ഡോക്ടർ ഇയാളിങ്ങനെ മനുഷ്യന്റെ അവസ്ഥ പറയണം. അപ്പൊ ഇയാളിങ്ങനെ വെറുതെ ഈ ഡോക്ടർ ജോലി ചെയ്യണ ആസ്പത്രിക്ക് ഒന്ന് വെറുതെ അറിയാത്ത കാര്യം നമ്മൾ വിളിക്കുമല്ലോ. ഈ ഡോക്ടർ രോഗിയാണെന്ന് അറിയാത്ത ഒരാൾ വിളിക്കണ മാതിരി ആ ഡോക്ടറിന് ഒരു ബുക്കിംഗ് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ അവിടുന്ന് പറഞ്ഞെന്താ അറിയോ, ആ ഡോക്ടർ ഇപ്പൊ ഇവിടെ അല്ല, അതിനേക്കാൾ നല്ല ഡോക്ടറുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങളെക്കാൾ നല്ല ഭർത്താവ് വരും, നിങ്ങളെക്കാൾ നല്ല ആൾക്കാർ വേറെ വരും. സഹോദരന്മാരെ, നഷ്ടം നമുക്ക് മാത്രമാണ്. അവിടെ ഞാൻ അങ്ങനെ പറഞ്ഞ് ശീലിക്കുക. ഞാൻ മരിച്ചാൽ എന്റെ കുട്ടിയാക്കാരുണ്ടാകുന്നല്ല, ഞാൻ മരിച്ച ചാരുണ്ടാകുക, ഇച്ച് കബറിൽ എന്താ ഉണ്ടാകുക എന്നാ നമ്മൾ ചിന്തിക്കണ്ടേ. അതിന് നമ്മൾ പണിയെടുക്കുന്ന വേണം. അതിനൊരു സുബഹാനല്ലാഹ് ചൊല്ലിയാൽ അത് ഉണ്ടാവും. അത് നഷ്ടമല്ല.